നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി പേളി മാണിക്കെതിരെ ശക്തമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് താരം സ്വീകരിച്ച നിലപാട് തന്നെയായിരുന്നു അതിന് കാരണം. പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനൊപ്പം അക്രമ സംഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണമെന്നും ജീവനാണ് പ്രധാനമെന്നുമായിരുന്നു പേളിയുടെ നിലപാട്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ പേളി കുറിച്ചതും. ഇതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഏറ്റവും ഒടുവിൽ സംവിധായകൻ സിബി മലയിലിനെ അധിക്ഷേപിച്ചുകൊണ്ട് പേളി രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ ചൂടുപിടിച്ചു. സിബി മലയിലിന്റെ മകൻ ജോയെ വിമർശിക്കുന്നതിനിടയിലാണ് പേളി നടത്തിയ പ്രതികരണം വിവാദമാകുന്നത്. ഡൽഹി വിഷയത്തിലെ പേളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഷെയ്ം ഓൺ യു എന്നായിരുന്നു ജോ കമന്റ് ചെയ്തത്. പേളിയുടെ നിലപാടിനെ വിമർശിച്ച് പിന്നീട് ജോ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് മറുപടി എന്നോണം പേളി തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. സിബി മലയിലാണ് ഇത് എഴുതിയതെന്ന ധാരണയിൽ പേളി അത്യന്തം അധിക്ഷേപകരമായാണ് മറുപടി നൽകിയത്. എൻ്റെ പോസ്റ്റ് പലരെയും അസ്വസ്ഥരാക്കി. എത്ര പേരെയാണ് അത് പ്രകോപിപ്പിച്ചത്? ഒരു പരാജയപ്പെട്ട സംവിധായകൻ എൻ്റെ 4 പേജ് പോസ്റ്റിനെക്കുറിച്ച് 10 പേജ് തിരക്കഥ എഴുതി. അതിനെ പരമാവധി വിഷലിപ്തമാക്കാൻ മുളക് പൊടിയും അജിനോമോട്ടയും ചേർത്തു എന്നായിരുന്നു പേളിയുടെ വിമർശനം. എൻ്റെ 2 കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണോ എന്ന് ചിലർ പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട്. അവർ പെൺകുട്ടികളാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതെ, അവർ പെൺകുട്ടികളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്താ? എൻ്റെ പ്രസ്താവന മാറ്റാൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അതിനായി ആദ്യം അവരുടെ ഈ അമ്മ പോരാളിയെ തൊടണം. നിങ്ങൾ കളിക്കുന്നത് തെറ്റായ ആളോടാണ്. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകേണ്ട കാര്യം നിങ്ങൾക്കില്ല. അതെനിക്കിപ്പോൾ തന്നെയുണ്ട്. ഞാനത് ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളുടെ പതിവ് പാവയല്ല ഞാൻ പേളി മാണിയാണ്. അതെ, എൻ്റെ പ്രിയപ്പെട്ട നിറം കാവ്യാണ് എന്നായിരുന്നു നേരത്തെ പേളി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഈ പോസ്റ്റിലെ സിബി മലയിലിനെ വിമർശിച്ച ഭാഗമാണ് സൈബർ ലോകം ഏറ്റെടുത്തത്. പേളിക്കെതിരെ പിന്നീട് രൂക്ഷ വിമർശനം ഉയർന്നു. സമൂഹ മാധ്യമങ്ങളിലെ സിനിമാ പേജുകളിലടക്കം രൂക്ഷ വിമർശനമാണ് പേളിക്കെതിരെ ഉയർന്നത്. മലയാള സിനിമയുടെ സുവർണ്ണകാലം തീർത്ത ഒരു മഹാപ്രതിഭയെ ചിരിയും ബഹളവും വിറ്റ് ജീവിക്കുന്ന ഒരു യൂട്യൂബ് അവതാരക പരാജയപ്പെട്ട സംവിധായകൻ എന്ന മുദ്ര കുത്തുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും രംഗത്തെത്തിയത്. സിബി മലയിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സംഭാവനകളും പലരും താരത്തിനെ ഓർമ്മപ്പെടുത്തി. സിബി മലയിലിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ പേളി മാപ്പ് പറയണമെന്നുള്ള ആവശ്യവും സിനിമാ പ്രേമികളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ വിഷയം ഇവിടം കൊണ്ടും തീർന്നില്ല. വിഷയത്തിൽ പേളിക്ക് മറുപടിയുമായി ജോ വീണ്ടും രംഗത്ത് വന്നു. ആ പരാജയപ്പെട്ട സിനിമാക്കാരൻ നട്ടലില്ലാത്ത ഒരു മകനെ ആയിരുന്നില്ല വളർത്തിയതെന്നും ഒരു ഭീരുവിനെയാണ് നിങ്ങളുടെ അച്ഛൻ വളർത്തി വലുതാക്കിയതെന്നും ജോ മറുപടി നൽകി. പേളിക്ക് ജോ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഹേ അമ്മ പോരാളി, ആ പരാജയപ്പെട്ട സിനിമാക്കാരൻ എൻ്റെ അച്ഛനാണ്. ആരോടാണ് കളിക്കുന്നതെന്ന് നന്നായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എൻ്റെ 7 സ്ലൈഡുകൾ വായിക്കാൻ നിങ്ങൾക്ക് ഇത്ര മടിയുണ്ടായിരുന്നോ? 57 ലക്ഷം ഫോളോവേഴ്സ് നിങ്ങളുടെ അപൂർണമായ ആശയങ്ങൾ വായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് 7 സ്ലൈഡുകൾ വായിക്കുന്നത് ഇത്ര വലിയ ഭാരമായി തോന്നുന്നു? നിങ്ങൾ ഈ വിഷയം വ്യക്തിപരമാക്കിയ സ്ഥിതിക്ക് കളി തുടങ്ങാം. ഒരു ഭീരുവിനെ വളർത്തിയ നിങ്ങളുടെ പിതാവിൽ നിന്ന് വ്യത്യസ്തമായി ആ പരാജയപ്പെട്ട ചലച്ചിത്രകാരൻ നട്ടലില്ലാത്ത ഒരു മകനെ അല്ല വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് സിബി മലയിൽ എന്നാണ്. മുന്നോട്ട് വരൂ, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കാണിക്കുക. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മഹാ അപരാധമാണ് പോലും. ഒന്ന് ശ്രദ്ധിക്കൂ, ഭയമില്ലാത്തവരെ ആർക്കും അപമാനിക്കാൻ സാധിക്കില്ല. അതൊക്കെ പിന്നീട് പഠിക്കേണ്ട പാഠങ്ങളാണ്. ഞാനൊരു തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല. അവരെ ഫോളോ ചെയ്യാനോ അൺഫോളോ ചെയ്യാനോ ആഗ്രഹിക്കുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക. അവർക്കെതിരെയുള്ള ഒരു വ്യക്തിപരമായ ആക്രമണങ്ങളെയും ഞാൻ പിന്തുണയ്ക്കില്ല. അതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എന്നാൽ അസംബന്ധത്തെ അസംബന്ധമെന്ന് വിളിക്കുന്നത് ആളുകളെ പ്രകോപിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയാകട്ടെ. ഇനി കൂടുതലായി ഒന്നും പറയാനില്ല. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ പിന്തുണ ആവശ്യമുള്ളവർക്ക് വേണ്ടി എന്ത് വന്നാലും ഒരുമിച്ച് കരുത്തോടെ നിൽക്കുക, പരസ്പരം സ്നേഹിക്കുക. പ്രളയത്തിലും മഹാമാരിയിലും നമ്മൾ പരസ്പരം താങ്ങും തണലുമായി ഒന്നിച്ചു നിന്നു. നമുക്കും ഇത് നമ്മുടെ മക്കൾക്കും വേണ്ടി തുടരാം. ജയ് ഹിന്ദ്. PS വ്യക്തിപരമായ ഏത് ആക്രമണങ്ങളെയും നിയമപരമായി നേരിടും എന്നുമാണ് ജോയുടെ കുറിപ്പ്. അതേസമയം ഒരു വിഭാഗം ജോയിക്കെതിരെയും രംഗത്ത് വന്നു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ടെന്നും അത്തരത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ പേളി മാണിയെ വിമർശിച്ച ജോയാണ് എല്ലാത്തിനും തുടക്കമിട്ടതെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം.